അഡ്വക്കേറ്റ് ലാൽകുമാർ, യു ഡി എഫിനകത്ത്, വിശേഷിച്ച് കോൺഗ്രസിനകത്ത്, അൻവറിലേക്കൊക്കെ പിന്നാലെ വരാം, യു ഡി എഫിന് പുറത്തുള്ള പ്രശ്നങ്ങളാണല്ലോ അത്. യു ഡി എഫിനകത്ത് ഇപ്പോൾ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം, ഇവിടെ പല ഘടകങ്ങൾ വന്നു. ഒന്ന്, ലീഗ് ആര്യാടൻ ബന്ധം പലപ്പോഴും ഉലഞ്ഞ നാടാണ് നിലമ്പൂർ. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ 16, 21, 25 അതിനിടയിൽ പ്രകാശിൻ്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഇതെല്ലാം അടങ്ങുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണ മനസ്സോടെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥി, യു ഡി എഫ് ക്യാമ്പ് എല്ലാവരും എന്നതിനർത്ഥം യു ഡി എഫുകാർ, കോൺഗ്രസ്സുകാർ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്ത് കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് മാറിക്കഴിഞ്ഞു എന്ന് പൂർണ്ണമായും പറയാൻ കഴിയുന്നുണ്ടോ? താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? അല്ല, ഇവിടെ വസന്ത് ചെറിയക്ക് സാധാരണഗതികൾക്ക് മേളിൽ ഒരു പ്രകോപിതനാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി. സാധാരണഗതിയിൽ വസന്ത് അങ്ങനെ പ്രകോപിതനാകുന്ന ഒരാളല്ല. എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർ ആൻസർ അദ്ദേഹത്തിന് പ്ലോട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ കരുതുന്നു. ഞാനതിനെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കാം. കേരളത്തിൽ ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ മൊത്തം തുറന്നാൽ നമുക്ക് കാണുന്നത് കോൺഗ്രസിൻ്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യമല്ല. അവരത് തീരുമാനിച്ചിട്ടുണ്ട്, അതിന് സംശയമില്ല. നമുക്ക് ഈ ഡിബേറ്റിൽ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. പക്ഷേ ഇയാൾ വേണോ വേണ്ടായോ എന്നുള്ളത് ഒരു തർക്ക വിഷയമാകുകയും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന അൻവറിനെ ലീഗ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നോക്കൂ, കൈരളിയിലെ ശരത്ചന്ദ്രനെയോ ഇവിടെ ഇടതുപക്ഷ സഹയാത്രികനായിരിക്കുന്ന എന്നെയോ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം നിങ്ങൾക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. നമ്മൾ ബോധ്യപ്പെടാൻ പോകുന്നുമില്ല പല കാര്യങ്ങളും. പക്ഷേ നമ്മൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. കാര്യം നമ്മുടെ ചോദ്യങ്ങൾ അതിന് നിങ്ങൾക്ക് സൗകര്യമില്ല, മറുപടി പറയാൻ സൗകര്യമില്ല എന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു മറുപടി ചിലപ്പോൾ പറയാൻ പറ്റും, അത് നമ്മൾ കേൾക്കുകയും ചെയ്യും. പക്ഷേ എന്തിനാണ് അൻവറിൻ്റെ പുറകെ നടക്കുന്നത്? ഇപ്പോൾ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ, ഇപ്പോൾ കൈരളി അല്ലല്ലോ, ഇന്നൊരു ഞാൻ റിപ്പോർട്ടർ ചാനൽ കണ്ടപ്പം റിപ്പോർട്ടറിൽ എഴുതിയിരിക്കുന്നത് സുധാകരൻ ഇദ്ദേഹത്തെ കണ്ടു, അൻവറിനെ കണ്ടു. ഈ പറയുന്ന ആളെ അല്ലെങ്കിൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിശ്ചയിക്കുന്നത്, കോൺഗ്രസിൻ്റെ AICC ആണ് നിശ്ചയിക്കുന്നതെങ്കിൽ ഈ പറയുന്ന അൻവറിനെ ബോധ്യത്തിലെടുക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? വൈ യു പീപ്പിൾ ആർ ടേക്കിംഗ് അൻവർ ഇൻ ടു കോൺഫിഡൻസ്? ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? അപ്പോൾ അടുത്ത പറയുന്നു തിരുവമ്പാടി സീറ്റ് എനിക്ക് വേണം, അല്ലെങ്കിൽ തിരുവമ്പാടി സീറ്റ് കൊടുക്കും, അതല്ല എന്നെ മുന്നണി കയറ്റണം. ഈ പറയുന്ന ഇക്വേഷനുകൾ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. ദൃശ്യമാധ്യമ പ്രവർത്തകർ മൊത്തം കോൺഗ്രസിനെ കുറിച്ച് കള്ളത്തരം പറയുന്നതാണെങ്കിൽ പിന്നെ നമുക്ക് അതിനും പറയാനില്ല, അതാണ് മറുപടിയെങ്കിൽ അതിനും പറയാനില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്നലെ വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂട്ടത്തിൽ നിന്ന് ജയിച്ച അൻവർ അപ്പുറത്തേക്ക് പോകുന്നു. അൻവർ UDF കയറാൻ ഒരു തന്ത്രം ഉപയോഗിക്കുന്നു. ആ തന്ത്രങ്ങളിലൊന്ന്, ആദ്യം അദ്ദേഹം ഉപയോഗിച്ചത് ഞാൻ പിണറായി വിജയനെതിരാണ്. എന്നുവെച്ചാൽ പിണറായി വിജയനെതിരാന്ന് പറയുന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. ആ ഫാഷൻ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നു പിണറായി വിജയനെതിരാണ്. അത് സതീശനെ കോൺഫിഡൻസിലെടുക്കാനാണ്. കാര്യം എങ്ങനെയാലും UDF കയറി പറ്റുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു അൻവറിനുള്ളത്. അല്ലാതെ അൻവർ നോക്കൂ, ആദ്യം തമിഴ്നാട്ടിൽ പോകുന്നു, തമിഴ്നാട്ടിൽ പോയി DMK എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞ് തൃണമൂലിലേക്ക് പോകുന്നു. തൃണമൂലും കേരളവും തമ്മിൽ എന്താ ബന്ധമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. തൃണമൂലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവും തമ്മിൽ എങ്ങനെ ചേർന്ന് പോകുന്ന കാര്യവും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ UDF കയറി പറ്റാൻ അദ്ദേഹം വലിയൊരു ശ്രമം നടത്തുന്നു. അത് സതീശൻ സമ്മതിച്ചില്ല. ഇത് സത്യസിദ്ധമായ കാര്യമാണ്, അതിനിപ്പം കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സതീശൻ സമ്മതിച്ചില്ല. പക്ഷേ സതീശൻ എന്താണ് ആവശ്യം? ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി നിലമ്പൂര് അൻവറിന് കുറച്ച് വോട്ട് കണ്ടേക്കാം, ഐ ഡോണ്ട് നോ. ആ അൻവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന വോട്ട് ഒരിക്കലും UDF പാടില്ല. അതുകൊണ്ട് സതീശൻ ഒരു ട്രിക്ക് പ്രയോഗിക്കുന്നു. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനില്ലേലും അൻവറിൻ്റെ വീട്ടിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. ഇന്നൊരു വാർത്ത വന്നിരിക്കുന്ന അൻവറിൻ്റെ വീട്ടിലേക്ക് കുറേ ആൾക്കാർ പോകുന്നു. ഈ പറയുന്ന ആൾക്കാരെ ആരെയും ബോധ്യപ്പെടുത്തുന്നെങ്കിൽ എന്തിനാന്നേ നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊടിയുടെ കീഴിൽ തോപ്പിച്ച ഒരു മനുഷ്യനെ കോൺഫിഡൻസിൽ എടുക്കാൻ നിങ്ങൾ പോകുന്നത്? അപ്പോൾ അത്രത്തോളം പരിതാപകരമായ സ്ഥിതിയിൽ അത് നിൽക്കുന്നെന്നുള്ളതാണ്. ഇത് സത്യമാണ്. കോൺഗ്രസിൻ്റെ സ്ട്രെങ്ത്തിൽ, പൂർണ്ണമായും കോൺഗ്രസിൻ്റെ സ്ട്രെങ്ത്തിലാണ് കോൺഗ്രസ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഈ പ്രശ്നമില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം 3000 വോട്ടിന് തോറ്റു. ഈ പ്രാവശ്യം അൻവർ ഡിസെൻഡ് ചെയ്യുന്ന ഒരു കേസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾ ജയിക്കണമല്ലോ. അപ്പോൾ പ്രശ്നം ഇത്രേ ഉള്ളൂ, അൻവർ CPIM നിന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നോ പോകുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് കോൺഗ്രസിന് അറിയാം. അല്ലെങ്കിൽ അൻവർ മത്സരിക്കുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടാണ് അദ്ദേഹം പിടിച്ചു മാറ്റുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് നല്ലതല്ലേ?
അപ്പോൾ അൻവർ നിൽക്കരുത് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ പൊസിഷൻ എന്താണ്? അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിന് സുധാകരൻ എന്തിനു പോയി കാണാൻ നിൽക്കുന്നു? അപ്പോൾ വളരെ വ്യക്തമാണ്, അൻവർ പിടിക്കാൻ പോകുന്ന വോട്ട് കോൺഗ്രസിന്റെ വോട്ടാണ്. അദ്ദേഹത്തിന് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം കോൺഗ്രസിനുണ്ട്. ഇപ്പൊ അൻവർ നിന്നാലും നിന്നില്ലേലും നമുക്കൊന്നുമില്ല. കാര്യം എന്താ? നമ്മുടെ വോട്ട് എന്തായാലും നമുക്കുള്ള കേഡർ വോട്ടുകൾ, നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ നമുക്ക് വോട്ട് ചെയ്യും. അൻവർ നിൽക്കുന്നോ നിൽക്കുന്നില്ലയോ എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ലല്ലോ. പക്ഷെ അൻവർ നിൽക്കുന്നോ നിൽക്കുന്നില്ലയോ എന്നുള്ളത് UDF-ന് ഒരു പ്രശ്നമാണ്. അതിപ്പോൾ ഇവർ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും അതൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് അൻവറിന്റെ വാതിൽക്ക് പോയി ഇവർ നിൽക്കുന്നത്. ശരി. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല എങ്കിൽ പോലും അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ ഇതൊരു ഡബിൾ എഡ്ജ് സ്വോർഡാണ്. അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. കാര്യം, അൻവറിനെ കയ്യിൽ വെച്ചാൽ അൻവറിന് കൈകൊള്ളും, UDF-ന് കൈകൊള്ളും. അൻവറിനെ എടുത്ത് വെച്ചില്ലെങ്കിൽ ഇപ്പം ഇവർക്ക് കൈകൊള്ളും. ഇപ്പം ഇതേത് വേണം എന്നുള്ളത് ഇപ്പം പൊള്ളും, പിന്നെ പൊള്ളും. ഇതിലേതായാലും പൊള്ളല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതൊന്നത്. പിന്നെ അത് മാത്രമല്ല, അൻവറിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്കൂ, അൻവറിൻ്റെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ അവസാനിച്ചിരിക്കുന്നു. നമ്മൾ നോക്കൂ, 10 വർഷം MLA ആയിട്ടിരുന്ന ഒരാൾ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു ഇൻഫ്ലുവൻസും ഇല്ലാത്ത ഒരാളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് കുറച്ച് ഇൻഫ്ലുവൻസ് ഒക്കെ കണ്ടേക്കാം. പക്ഷെ പ്രശ്നം എന്താ ഇവിടെ? അദ്ദേഹത്തിന് നിലമ്പൂർ ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് മറ്റൊരു മണ്ഡലത്തിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇദ്ദേഹത്തെ പോലൊരു ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്ററെ അങ്ങനെ പൊളിറ്റിക്കലി ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറയാം. അൻവർ ഓരോ ദിവസം ഓരോ നിമിഷവും ഓരോന്നാ പറയാം. അങ്ങനത്തെ ഒരാളെ കോൺഗ്രസ് എടുത്ത് തലയെ വെച്ചാൽ കോൺഗ്രസിന് പാടാകുമോ എന്നുള്ള സംശയം കോൺഗ്രസിനുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടി മിക്സ്. അപ്പൊ ഞാനീ പറയുന്നതിനകത്ത് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാര്യം എന്താ? പലതും ഗ്രേ ആണ്. അത് കോൺഗ്രസ് ഗ്രേ ആയിട്ട് അനുഭവിക്കുന്നു. അത് അൻവർ ഗ്രേ ആണ്. ഈ പറയുന്ന അൻവർ ഗ്രേ ആണ്. ആ അൻവർ ഗ്രേ ആയതുകൊണ്ട് തന്നെ ഈ ഗ്രേ നേച്ചറിലുള്ള കാര്യങ്ങൾ, ആ ഗ്രേ കളറിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും കണ്ടുകൊണ്ടിരിക്കും. അത് കോൺഗ്രസിന് കൃത്യമായിട്ട് അറിയാം ഇതിനകത്തെ അപകടം എന്താണ്. നോക്കൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ, അദ്ദേഹം ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് നിന്ന് പുറത്തുപോയി അദ്ദേഹം അപ്പുറത്ത് പോകുന്നതിലൊന്നും അത് രാജ്യത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഏത് പാർട്ടിയിൽ നിന്ന് അപ്പുറത്തോട്ട് പോയി ഇപ്പുറത്തോട്ട് പോകുന്നതൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഇനിയും സംഭവിക്കും. പക്ഷെ ഇടതുപക്ഷത്തിൽ നിന്ന് പോയ ഒരാള് കോൺഗ്രസിന്റെ നയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പൊസിഷന് ഡൈലൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ നിങ്ങളാണോ വീക്ക്, ഇടതുപക്ഷമാണോ വീക്ക്? അത്ര മാത്രം ആലോചിച്ചു.